അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസിന്റെ ട്രീറ്റ്മെന്റ്സ്. ഓക്കെ, സി അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പറയാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഡ്രോയിങ്സ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഒരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ഡ്രോയിങ്സിനെ പറ്റി. സോ അതും കൂടിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ സിംഗിൾ എൻട്രിയിൽ യൂസ്ഫുൾ ആണ് അർത്ഥം. സോ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെ ഡ്രോയിങ്സ് എന്താ? ക്യാഷ് എടുത്ത് കൊണ്ടുപോകുന്നു അല്ലേ? ക്യാഷ് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്നു അല്ലെ? ബിസിനസ് എന്ന് കാശ് എടുത്ത് കൊണ്ടുപോകുന്നു. എന്തിനാണ് ഈ കാശ് എടുത്ത് കൊണ്ടുപോകുന്നത്? പേഴ്സണൽ യൂസിനാണെങ്കിൽ, അതായത് ആ പ്രൊപ്പറേറ്ററിന്റെ, ആ ഓണറിന്റെ പേഴ്സണൽ യൂസിനും ആവാം, ഒഫീഷ്യൽ പർപ്പസിനും വിഡ്രോ ചെയ്തൂടെ? ഒഫീഷ്യൽ യൂസ് അല്ലെ? സോ പേഴ്സണൽ യൂസിനാണെങ്കിൽ മാത്രമാണ് നമ്മളിവിടെ എന്ത് പേരിൽ വിളിക്കുന്നത്? ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ വിളിക്കുന്നത്. അത് ഫസ്റ്റ് ശ്രദ്ധിച്ചോ, പേഴ്സണൽ യൂസ്. അപ്പൊ എന്താ കൊണ്ടുപോയത്? ക്യാഷ്. ഇനി ഗുഡ്സ് ആണെങ്കിലും അതും എന്തിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഡ്രോയിങ്സിൽ. ഓണർ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പേഴ്സണൽ യൂസിന് കൊണ്ടുപോയാൽ ഇറ്റ് ഇസ് ഡ്രോയിങ്സ്. ഓണർ ബിസിനസ് നിന്ന് ഗുഡ്സ് പേഴ്സണൽ യൂസിന് കൊണ്ടുപോയാൽ ദാറ്റ് ഓൾസോ വിൽ കം അണ്ടർ ഡ്രോയിങ്സ്. ഇനി ആദ്യത്തെ ട്രീറ്റ്മെന്റ് എന്ത്? ക്യാഷ് ഡ്രോയിങ്സ് ഫോർ പേഴ്സണൽ യൂസ്. ക്യാഷ് ഡ്രോയിങ്സ്. എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ക്യാഷ് പോവും, ഡ്രോയിങ്സ് വരും. ക്ലിയർ ആണല്ലോ? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇനി ഇതിന്റെ ഒരു എൻട്രിയും കൂടെ ഉണ്ട്. ആ എൻട്രി പറയുന്നതിനേക്കാൾ മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇത് ക്യാഷ് ബുക്കാണ്. ക്യാഷ് കുറയണമെങ്കിൽ ക്യാഷ് ഇസ് എൻ അസെറ്റ്. ഇവിടെ ഇൻക്രീസ് ആണ് വരിക, ഇവിടെ ഇട്ടാ ഡിക്രീസ്. അപ്പൊ ക്യാഷ് കുറയണം. അപ്പൊ ഞാൻ ഡ്രോയിങ്സിന് ഇവിടെ എഴുതണം. എൻട്രിയിലും ബൈ ഡ്രോയിങ്സ് ഇവിടെ തന്നെയാണ് ഉണ്ടാവുക. ബൈ ഡ്രോയിങ്സ് ഇവിടെ എഴുതണം അല്ലേ? ഓക്കെ, ഇനി ദിസ് ഈസ് യുവർ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിനകത്ത് ഇവിടെ ക്യാപിറ്റൽ ഉണ്ടാവും. ക്യാപിറ്റലിന് ഈ ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. ഇതാണ് ക്യാഷ് ഡ്രോയിങ്സിന്റെ നിങ്ങൾ അറിയേണ്ട ട്രീറ്റ്മെന്റ്. ക്യാഷ് കുറയണം, ക്യാപിറ്റൽ കുറയണം, ക്യാഷും കുറയണം, ക്യാപിറ്റലും കുറയണം. ക്യാഷ് ബുക്ക് വരയുന്ന പ്രോബ്ലം ആണെങ്കിൽ ക്യാഷ് കുറയണമെങ്കിൽ ഇപ്പുറത്ത് എഴുതണം, ക്രെഡിറ്റിൽ എഴുതണം. സോ ബൈ ഡ്രോയിങ്സ് ക്യാപിറ്റലിന് ബാലൻസ് ഷീറ്റിന് ലെസ് ചെയ്യും. സോ ഇതിന്റെ എൻട്രി നമ്മൾ ഈ ഡ്രോയിങ്സിനെ നമ്മൾ എവിടത്തേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്ന? ക്യാപിറ്റൽ അക്കൗണ്ട്. സോ ഇവിടെ എൻട്രി വരും ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റം ആണ്. അത് കുറയണമെങ്കിൽ ഡെബിറ്റ്. അങ്ങനെയാണ് അത് എൻട്രിയിൽ മുകളിൽ വരുന്നത് കേട്ടോ. ക്യാപിറ്റൽ അക്കൗണ്ട് എന്താ? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ബാലൻസ് ഷീറ്റിൽ ഐറ്റം അല്ലേ, ഇപ്പുറത്തെ ഐറ്റം അല്ലേ? സോ ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ ക്രെഡിറ്റ് കുറയണം. സോ അതിനെ ഡെബിറ്റ് ചെയ്തു, അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഡ്രോയിങ്സ്. സോ ഫലത്തിൽ ഇവിടെ ഡ്രോയിങ്സ് എന്തായിട്ടുണ്ട്? ക്യാൻസൽ ആയിട്ടുണ്ട്. ക്യാഷ് കുറഞ്ഞിട്ടുണ്ട്, 2 ഉള്ളത്. ക്രെഡിറ്റ് കുറഞ്ഞിട്ടുണ്ട്, ക്യാപിറ്റൽ ഡെബിറ്റ് ഉള്ളത്. ക്രെഡിറ്റ് ഉള്ള ഒരു അക്കൗണ്ടിന് ഡെബിറ്റ് വന്നാൽ കുറഞ്ഞു. ഓൾറെഡി ക്യാഷിന് ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ക്രെഡിറ്റ് വന്നപ്പോൾ കുറഞ്ഞു. സോ ദിസ് ഈസ് യുവർ ട്രീറ്റ്മെന്റ്. ക്യാഷ് കുറയണം, ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ കുറയണം. ഇനി ഇങ്ങനെ ഒരു അക്കൗണ്ട് നിങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ, ക്യാഷ് ബുക്ക് ചിലപ്പോൾ വരേണ്ടിയൊന്നും വരുന്നില്ല, വേറെ ഐറ്റം ഒന്നും ഇല്ലെങ്കിൽ ഇവിടെയല്ലേ ക്യാഷ് ഉണ്ടാവുക. ഇവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ ഡ്രോയിങ്സിന്റെ എമൗണ്ട് ലെസ് ചെയ്തിട്ട് ഇവിടെ കാണിച്ചാൽ മതി. ക്ലിയർ ആണ്? ക്യാഷ് ഡ്രോയിങ്സ് 2 എൻട്രി, ഡ്രോയിങ്സ് ടു ക്യാഷും ആ ഡ്രോയിങ്സിന്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഡ്രോയിങ്സ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അടുത്തത് നമ്മുടെ ഗുഡ്സ് ഡ്രോയിങ്സ്. goods withdrawn. Okay, see. പേഴ്സണൽ യൂസിന് ഗുഡ്സ് എടുത്തോണ്ട് ഇവിടെ നോക്കിക്കോ. പർച്ചേസ് അക്കൗണ്ട് കുറയണം. പർച്ചേസ് വരും ബിക്കോസ് ഗുഡ്സ് ആണ് കൊണ്ടുപോയത്. ഗുഡ്സ് കൊണ്ടുപോയി. സോ പിന്നെ വരും ഡ്രോയിങ്സ്. ഓക്കെ, ഇവിടെ
ആലോചിച്ച് നോക്കിയേ, ഗുഡ്സ് കൊണ്ടുപോയാൽ പർച്ചേസ് ചെയ്ത് വെച്ച സാധനത്തിന് കുറച്ച് ഗുഡ്സ്, ഇപ്പൊ 100 രൂപയുടെ സാധനം വെച്ചിട്ടുണ്ട് പർച്ചേസിൽ. സോ കൊണ്ടുപോയാൽ 50 കൊണ്ടുപോയാൽ പർച്ചേസ് പോട്ടെ, 60 കൊണ്ടുപോയാൽ പർച്ചേസ് കുറഞ്ഞ് 40 ആവൂലേ? ഇല്ലേ? ഓണർ ഈ ഒരു 60 രൂപേന്റെ ഗുഡ്സ് എടുത്ത് കൊണ്ടുപോയാൽ പർച്ചേസ് ചെയ്ത ഐറ്റം 40 ആവൂലേ? സോ പർച്ചേസ് കുറയണം, ഡ്രോയിങ്സ് വരണം. ഇത് ഈ ഒരു 60 രൂപ ഡ്രോയിങ്സിലേക്ക് വരിക വേണം, ഈ 60 രൂപ പർച്ചേസിന്ന് കുറയുകയും വേണം. സോ എൻട്രി ഈസ് സെയിം, ഡ്രോയിങ്സ് മുകളിൽ വരണം. എക്സ്പെൻസ് ആണ് ഡ്രോയിങ്സ്, ഓൾ എക്സ്പെൻസ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യുന്നു ടു പർച്ചേസ്. പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആണ്, അത് കുറയാൻ വേണ്ടിയിട്ടാണ് ക്രെഡിറ്റ് ചെയ്തത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇവിടെയല്ലേ പർച്ചേസ്. ഓക്കെ, എനിവേ സി, പർച്ചേസ് കുറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു നമ്മൾ? ടു പർച്ചേസ്, സോറി ഇവിടെ എഴുതി. ഓക്കെ, അപ്പൊ നമ്മളെ എഫക്റ്റ് എങ്ങനെ വരും? ദിസ് ഈസ് അവർ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇവിടെ ടു പർച്ചേസ് എന്ന് എഴുതുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ലെസ് ചെയ്യുന്നത്? ഗുഡ്സ് വിഡ്രോ ചെയ്ത് ഡ്രോയിങ്സ് ലെസ് ചെയ്യുന്നു. ബാക്കി എമൗണ്ട് ആയ 40 രൂപ ഇവിടെ കാണിക്കുന്നത്. ഇതാണ് ഒരു ട്രീറ്റ്മെന്റ്. ഇനിയോ സെയിം നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റിൽ എടുക്കുക, ക്യാപിറ്റലിനകത്തുനിന്ന് എന്ത് മൈനസ് ചെയ്യുക? ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് ഈ 60 രൂപ മൈനസ് ചെയ്യുക. അതിന്റെ എൻട്രി ഡ്രോയിങ്സിന് അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ക്യാപിറ്റൽ. എന്ത് ഡ്രോയിങ്സ് ആയിക്കോട്ടെ മക്കളെ, അതിന്റെ ഇഫക്റ്റ് കാണിക്കേണ്ട ഐറ്റം ആണ് ക്യാപിറ്റൽ. ഓക്കെ, ദാറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഡ്രോയിങ്സ്. ക്യാഷ് ആയിക്കോട്ടെ ഗുഡ്സ് ആയിക്കോട്ടെ ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എഫക്റ്റ് ചെയ്യപ്പെടുക, ക്യാപിറ്റൽ കുറയും. സോ സെയിം എൻട്രി, ക്യാപിറ്റൽ അക്കൗണ്ട് എൻ്റർ ടു ഡ്രോയിങ്സ്. അപ്പോൾ ക്യാപിറ്റലിന് ലെസ് ചെയ്യണം, പർച്ചേസിന് ലെസ് ചെയ്യുക, ക്യാപിറ്റലിന് ലെസ് ചെയ്യുക, പർച്ചേസിന് ലെസ് ചെയ്യുക, ക്യാപിറ്റൽ. ഞാൻ ഈ ഡെബിറ്റും ക്രെഡിറ്റും പറയുമ്പോൾ ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടു കേട്ടോ. ബിക്കോസ് ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പം അറിയാണ്ട് പറ്റിയതാവണം. എനിക്കൊരു സംശയമുണ്ട്, ഞാൻ ഡെബിറ്റ് സോറി ഞാൻ ഡെബിറ്റ് പറയേണ്ടടുത്ത് ക്രെഡിറ്റ് പറഞ്ഞു. എനിവേ, ട്രീറ്റ്മെന്റ് ഇസ്, നിങ്ങൾക്ക് വേണ്ട സാധനം ക്യാഷ് ആണെങ്കിൽ ക്യാഷ് കുറയണം, ക്യാപിറ്റൽ കുറയണം. എൻട്രി ഇത് ഗുഡ്സ് വിഡ്രോ ചെയ്തെങ്കിൽ പർച്ചേസും കുറയണം, ക്യാപിറ്റലും കുറയണം. ട്രേഡിംഗ് അക്കൗണ്ട് പർച്ചേസിന് ലെസ് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ കാണിക്കണം. ക്ലിയർ ആണല്ലോ? നൗ തീർന്നിട്ടില്ല ഡ്രോയിങ്സ്, ഇനിയും ഉണ്ട് ഡ്രോയിങ്സ്. ശ്രദ്ധിച്ചോ, ഡ്രോയിങ്സ് അല്ല, ഡ്രോയിങ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 2 സാധനം കൂടി ഇവിടെ തന്നെ ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, സി, ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾ. ഇല്ലേ, നമ്മൾ ആസ് ഫ്രീ സാമ്പിൾ കൊടുക്കുമല്ലോ. ആക്ച്വലി ഞാനിത് ഓൾറെഡി ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്തതാണ്, ബട്ട് റെക്കോർഡിങ്ങിന് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു ആസ് യൂഷ്വൽ. ഓക്കെ, ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾ. സോറി, ഫ്രീ സാമ്പിൾ ആണെങ്കിൽ എക്സാമ്പിൾ ഗുഡ്സ് ആണ് അല്ലേ? നമ്മൾ കുറേ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? വിൽക്കാൻ വേണ്ടി. ബട്ട് ഈ പർച്ചേസ് ചെയ്ത് വെച്ച, ഫോർ എക്സാമ്പിൾ 100 റുപ്പീസിന്റെ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഈ ആള് സാമ്പിൾ എടുത്ത് കൊണ്ടുപോയി, അഗെയിൻ 40ന്റെ സാമ്പിൾ എടുത്ത് കൊണ്ടുപോയി. ഓക്കെ, സോ പർച്ചേസിൽ ഇഫക്റ്റ് വരണം എന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ്? ഇവിടെ ഗുഡ്സ് ഉണ്ട്. സോ പർച്ചേസ് എന്ത് ചെയ്യും? കുറയണം. ഗുഡ്സ് പോയിട്ടുണ്ട്, പർച്ചേസ് കുറയണം. അടുത്ത ഏത് അക്കൗണ്ടിലോട്ടാണ് ഇത് വരിക എന്ന് വെച്ചാൽ, ഫ്രീ സാമ്പിൾ ആണ് സെയിൽ ചെയ്ത് അല്ലേ, കൊടുത്ത്. പക്ഷെ സെയിൽ എന്ന് പറയാൻ പറ്റുമോ? പൈസ കിട്ടീനാ? ഇല്ല, അപ്പൊ സെയിലിന് വിളിക്കണ്ട. പകരം സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഫ്രീ സാമ്പിൾ കൊടുക്കുന്നത്. സോ അതിനെ നമ്മൾ എന്ത് പറയാം? അഡ്വർടൈസ്മെന്റ്. എന്തിനാണ് നടത്തുന്നത്? സെയിൽ ഇൻക്രീസ് ചെയ്യാൻ, സെയിൽ പ്രൊമോട്ട് ചെയ്യാനല്ലേ. സോ ഇതിനെയും നമ്മൾ എന്തായിട്ട് കാണാം? അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആയിട്ട് കാണാം. സോ 2 അക്കൗണ്ട് ഇഫക്റ്റഡ് ഇസ് പർച്ചേസ് ആൻഡ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്. പർച്ചേസ് കുറയണം, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് കൂടുകയോ കുറയോ? സാമ്പിൾ കൊടുക്കുമ്പോൾ എന്താവും? അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, പർച്ചേസ് ഡിക്രീസ് ചെയ്യും. ആൻഡ് യുവർ എൻട്രി ഈസ് advertisement expense account enter to purchase. Okay,
അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസിന് എന്താ ഞാൻ ഡെബിറ്റ് ചെയ്തത്? ഓൾ എക്സ്പെൻസ് ഷുഡ് ബി ഡെബിറ്റഡ്. എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. സോ ഞാൻ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് കൂടിയോണ്ട് ഡെബിറ്റ് ചെയ്തു. പർച്ചേസിന് ഞാൻ ലെസ് ചെയ്തു. ഓക്കെ ഓക്കെ. നൗ ഇതിന്റെ ഇഫക്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ടു പർച്ചേസ് വരുന്നു. പർച്ചേസിന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഒരു അഡ്വർടൈസ്മെന്റോ എക്സ്പെൻസോ ഇല്ലെങ്കിൽ ഈ സൈഡിൽ കാണിക്കണം. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്ന് ലെസ് ഇവിടെ ആഡ് ചെയ്യാൻ വേറെ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ കാണിച്ചാൽ മതി. ഹിയർ നമ്മളെ ഗ്രോസ് പ്രോഫിറ്റ് ഒക്കെ വരും. അപ്പൊ നോക്കി, ഇവിടെ കുറഞ്ഞ് ഇവിടെ കൂടി. ഇഫക്റ്റ് എന്തായിട്ടുണ്ട്? ഡബിൾ എൻട്രി സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്? ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കുറഞ്ഞ് ഇവിടെ കൂടി എൻട്രി. സോ ദിസ് ഇസ് യുവർ ഒരു ഐറ്റവും കൂടെ മയക്കുവാണ്. Now third one, goods given as charity. അല്ലേ, നമ്മൾ ദാനം ചെയ്യുന്നു. നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് വന്നു, എന്ത് കുറയണം? പർച്ചേസ് കുറയണം. പിന്നെ ഏത് അക്കൗണ്ട്? ചാരിറ്റി ആണ്. പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ചാരിറ്റി എന്ന് പറഞ്ഞിട്ട്. ഇത് ഒന്നുമല്ല, ഇതെന്താ സാധനം? എക്സ്പെൻസ് അക്കൗണ്ട്. സെയിം ഇവിടെയും നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്തല്ലേ, അതുകൊണ്ടല്ലേ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസ്. ഇവിടെയും ചാരിറ്റി എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസ് അക്കൗണ്ട് ആയിട്ട് വരും. സോ എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. സോ ചാരിറ്റി അക്കൗണ്ട് എന്ന് എഴുതാം. ചാരിറ്റീസ് ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് കൂടി ഡെബിറ്റ് ചെയ്തു. ടു പർച്ചേസ്, പർച്ചേസ് കുറയണം. എഫക്ട് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ടു പർച്ചേസ് ലെസ് ചെയ്യണം. ആൻഡ് ഹിയർ ആര് വരും? ചാരിറ്റി എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസ് വരും. അതിന്റെ എമൗണ്ട് ഇവിടെ കാണിക്കണം. ഓക്കെ, ആഡ് ചെയ്യാൻ എന്തെങ്കിലും കൊണ്ട് ആഡ് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ ഈ ഐറ്റം ഇവിടെ കാണിക്കാം. സോ 4 ഐറ്റം ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തു. ഡ്രോയിങ്സ്, ക്യാഷ്, ഗുഡ്സ് വിഡ്രോ ചെയ്താലുള്ള സംഭവം ഓർമ്മിക്കണം. ഇത് രണ്ടിന്റെ ഇഫക്റ്റ് ഏത് അക്കൗണ്ടിൽ കാണിക്കണം? ക്യാപിറ്റൽ അക്കൗണ്ട്. രണ്ടിന് 2 എൻട്രീസും കൂടെ 2 എൻട്രി വീതം ഉണ്ട്. ദിസ് ഇസ് ഫ്രീ സാമ്പിൾ. ദിസ് ഇസ് ഫോർ ചാരിറ്റി പർപ്പസ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ട ഗുഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള തിങ്സ് ഒക്കെ ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് വരുമോ വരാണ്ടിരിക്കുമോ എനിക്കറിയില്ല. എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി, ദാറ്റ് ഇസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഒരു അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ജാനുവരി ടു ഡിസംബർ എടുക്കുന്ന, ഓക്കെ, ഇതിനുള്ളിൽ കൊടുക്കേണ്ട ഒരു എക്സ്പെൻസ് ആയിരുന്നു, പക്ഷേ കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള ഐറ്റത്തിനാണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയാം. ഓക്കെ, അൺപെയ്ഡ് ആണ്, കൊടുക്കണമായിരുന്നു. ഏത്? ഈ ഒരു അക്കൗണ്ടിങ് പീരീഡിന്റെ ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പൊ ആ സമയത്ത് പേ ചെയ്യേണ്ട സാധനമാണ്, ബട്ട് എന്ത് ചെയ്തിട്ടില്ല? അൺപെയ്ഡ്, കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള ഐറ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. സോ ഇത് ഈ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ റിലേറ്റ് ചെയ്ത് എക്സ്പെൻസ് ആണല്ലോ. അതുകൊണ്ട് ഇതിന്റെ ഇഫക്റ്റ് വന്നാൽ മാത്രമേ നമുക്ക് ട്രൂ ആയിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പ്രിപ്പയർ ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഇതിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്. ബിക്കോസ് ദിസ് ഇസ് റിലേറ്റഡ് ടു കറണ്ട് ഇയർ. ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കറണ്ട് നമ്മൾ വേണ്ട ആ ഇയറിലുള്ളത് കൊണ്ട് നമ്മൾ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇവിടെ പ്രിപ്പയർ ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, നൗ ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്ത് അക്കൗണ്ടാന്ന് ചോദിക്കും. റിയൽ അക്കൗണ്ട് ആണോ, നോമിനൽ അക്കൗണ്ട് ആണോ, പേഴ്സണൽ അക്കൗണ്ട് ആണോ? വെറുതെ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു യൂസും ഇല്ല. ഇപ്പൊ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഈ ഒരു സാധനം ഇറ്റ് ഇസ് എക്സ്പെൻസ് അല്ലേ. അപ്പൊ ഇതെന്തായി? നോമിനൽ അക്കൗണ്ട് അല്ലേ. ഉള്ള എക്സ്പെൻസ് നമ്മൾ എന്തിലും എഴുതും? നോമിനൽ അക്കൗണ്ടിൽ എഴുതും. ഇത് ബ്ലണ്ടർ ആൻഡ് ഇറ്റ് ഇസ് വെരി വെരി ബിഗ് റോങ് ഇട്ടോളൂ. ഇറ്റ് ഇസ് നോട്ട് എ നോമിനൽ അക്കൗണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് ആണ്. എന്താ അങ്ങനെ പറയുന്നത്? നമ്മൾ അതിനെ റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് വിളിക്കാം. ഇത് ഓർമ്മയില്ലെങ്കിലും കുഴപ്പമില്ല. ഇറ്റ് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. എന്തുകൊണ്ടാ? എക്സാമ്പിൾ,
കൊടുക്കാനുള്ളത് അല്ലേ, റെന്റ് എന്ന് വെച്ചോ. അത് കൊടുത്തിട്ടില്ല, അൺപെയ്ഡ് ആയി. ഇനിയല്ലേ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് വിളിക്കുക. ഇത് ആർക്കാണ് കൊടുക്കാനുള്ളത്? റെന്റ്. ഒരു ബിൽഡിങ്ങിന്റെ ഓണറിനല്ലേ, ഓണർ അല്ലേ അല്ലേ. സോ ഈ ഓണർ എന്ന് പറഞ്ഞാൽ ആരാ? പേഴ്സണൽ അക്കൗണ്ട് അല്ലേ. സോ ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് എന്താ? ആർക്കാണ് ഇത് കൊടുക്കേണ്ടത്? ഓണർ. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. ഐ എം നോട്ട് ഗോയിങ് ഇൻ ഡീറ്റെയിൽ. ഓർമ്മിച്ച് വെക്കുക, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസും പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒക്കെ നോമിനൽ അക്കൗണ്ട് അല്ല, പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിന്റെ ട്രീറ്റ്മെന്റ്. സി ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. റെന്റ് കൊടുക്കാനുണ്ട്, ബട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ റെന്റ് കൂടണം, എക്സ്പെൻസ് കൂടണം അല്ലെ. എക്സ്പെൻസ് കൂടണമെങ്കിൽ ഡെബിറ്റ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യാൻ ഡെബിറ്റ്, ഡിക്രീസ് ചെയ്യാൻ ക്രെഡിറ്റ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യാൻ ഡെബിറ്റ്, ഡിക്രീസ് ചെയ്യാൻ ക്രെഡിറ്റ്. ഓക്കെ, സോ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യാൻ ഡെബിറ്റ്, ക്രെഡിറ്റ്. സോ ഞാനത് ഡെബിറ്റ് ചെയ്തു. എന്താ റീസൺ? എന്താ? എക്സ്പെൻസ് കൂടണം, റെന്റ് കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. അപ്പൊ റെന്റ് എന്ത് ചെയ്യണം? അത്ര ഇൻക്രീസ് ചെയ്യണം. ടു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ എൻട്രി. ഇനി ഇതിന്റെ ഇഫക്റ്റ് നോക്കിക്കോ മക്കളെ. എന്ത് എക്സ്പെൻസ് ആയിക്കോട്ടെ, ഡയറക്റ്റ് ആയിക്കോട്ടെ, ഇൻഡയറക്റ്റ് ആയിക്കോട്ടെ കേട്ടോ, എന്തോ ആയിക്കോട്ടെ. ഡയറക്റ്റ് വേജ്, ഇവിടെ ടു വേജ് എന്ന് പറഞ്ഞിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിലായിക്കോട്ടെ, ടു സാലറി എന്ന് പറഞ്ഞിട്ട് P&L അക്കൗണ്ടിലായിക്കോട്ടെ, ഔട്ട്സ്റ്റാൻഡിംഗ് വേജ് ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഹിയർ 1000, ഔട്ട്സ്റ്റാൻഡിംഗ് വേജ് 500 ആണെങ്കിൽ amount കോളത്തിൽ 1500 വരണം. ദിസ് ഇസ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി നമ്മുടെ സ്വന്തം ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ എന്ത് എഴുതണം? ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. റെന്റ് വേജ് ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലെ, റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ്. ഈ എമൗണ്ട് ഉണ്ടല്ലോ, ഇത് വേണം ഇവിടെ കാണിക്കാൻ. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ്ങിന് മാത്രം എമൗണ്ട് വേണം ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ. ക്ലിയർ ആണല്ലോ? എക്സ്പെൻസ് അക്കൗണ്ട് എൻ്റർ ടു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. ഇവിടെ ആഡ് ചെയ്യണം, ഇവിടെ കാണിക്കണം, ലാബിലിറ്റി സൈഡിൽ കാണിക്കണം. ഇനി ഒരു ചെറിയൊരു ഇൻഫർമേഷനും കൂടെ ഞാൻ കൂടുതൽ പറയാം. ഇത് നിങ്ങൾക്ക് എക്സാമിന് വേണ്ട ഐറ്റം, ഇത് നിങ്ങളുടെ തലക്കകത്ത് വയ്ക്കാം. ഇനി ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഇതിപ്പം ഈ ഇയർ റിലേറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എൻട്രി ഇടുന്നത്. ബട്ട് ഇത് ശരിക്കും എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. നമ്മൾ സ്വതവേ ഇപ്പം 31 ഡിസംബറിനല്ലേ നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. ക്ലോസിംഗ് ഡേക്കാണ് നമ്മൾ ഈ എൻട്രീസ് ഒക്കെ, ഈ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഒക്കെ നമ്മളങ്ങ് പാസ് ചെയ്യും 31 ഡിസംബർ. എനിവേ കുറച്ച് മുമ്പേ അങ്ങനെയൊക്കെ ആവാം. എനിവേ 31 ഡിസംബർ ക്ലോസിംഗ് ഡേറ്റിൽ നമ്മൾ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഒക്കെ പാസ് ചെയ്തിട്ട് നമ്മൾ ശരിയായ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കും. തിരിച്ച് പിന്നെ 1-ാം തീയതി ആവില്ലേ, അടുത്ത വർഷം തുടങ്ങൂലേ, അന്നേരം ഇതൊക്കെ റിവേഴ്സ് ചെയ്യും. ബിക്കോസ് എന്താ, സ്റ്റിൽ ദിസ് ഇസ് നോട്ട് പെയ്ഡ്, റൈറ്റ്? സോ ഇതൊക്കെ റിവേഴ്സ് ചെയ്തിട്ട് പിന്നെ കൊടുത്തിട്ടുണ്ട്, അന്നേരം കൊടുത്തതായിട്ട് കാണിക്കുക ചെയ്യുക. എനിവേ ജസ്റ്റ് ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണ്. നേരെ തിരിച്ചിടും 1-ാം തീയതി, നേരെ തിരിച്ചിടുന്നത് എന്തിനാ? ഇതങ്ങ് ക്യാൻസൽ ചെയ്യും. ബിക്കോസ് സ്റ്റിൽ ദിസ് റെന്റ് അല്ലെ വേജസ് നോട്ട് പെയ്ഡ്. എന്നിട്ട് എന്ത് ചെയ്യും? പേ ചെയ്യുന്ന എൻട്രി, അടുത്ത വർഷം പേ ചെയ്യുമായിരിക്കും. പേ ചെയ്യുമ്പോൾ ഉള്ള എൻട്രി കാണിക്കും. വീണ്ടും അടുത്ത വർഷം എൻഡിലാണ് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു ഐറ്റം. ഓക്കെ, മൈക്കുമാണ്. അടുത്തത് ഇതിന്റെ അനിയൻ അല്ലെങ്കിൽ ഇതിന്റെ ട്വിൻസ് എന്ന് പറയാം. സെയിം ട്രീറ്റ്മെന്റ്, ബട്ട് അവിടെ ആഡ് ചെയ്തു, ഇവിടെ ലെസ് ചെയ്തു എന്നുള്ള ആ ഒരു സംഭവം മാത്രം. പ്രീപെയ്ഡ് എക്സ്പെൻസ്. വാട്ട് ഈസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്? പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാനുവരി ടു 31 ഡിസംബർ വരെയുള്ള റെന്റ് അല്ല, ബട്ട് അടുത്ത വർഷം, ദിസ് ഇസ് 2019 ആണെങ്കിൽ 2020 കൊടുക്കേണ്ട റെന്റ് എന്ത് ചെയ്തു? 2019 തന്നെ പേ ചെയ്തു. ദാറ്റ് ഈസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഓക്കെ, പ്രീപെയ്ഡ് എക്സ്പെൻസ്, മുമ്പേ കൊടുത്ത എക്സ്പെൻസുകൾ. സോ ഇതിന്റെ ട്രീറ്റ്മെന്റ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. അപ്പൊ നമ്മൾ എക്സ്പെൻസിൽ കൂടിയിട്ടുണ്ട്. നമ്മൾ എൻട്രിയിൽ നമ്മൾ റെന്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും അല്ലെ. ഈ പീരീഡിനുള്ളിൽ നമ്മൾ ഇങ്ങനെ ഒരു എൻട്രി പാസ് ചെയ്തിട്ടുണ്ട്. റെന്റ് കൊടുക്കുമ്പോൾ എൻട്രി എന്താ? റെന്റ് അക്കൗണ്ട് എൻ്റർ ടു ക്യാഷ്. സോ ഈ കൂടിയ റെന്റിന് നമ്മൾ എന്ത് ചെയ്യണം? അയ്യോ ഈ വർഷം കൊടുക്കണ്ടല്ലോ, റെന്റ് കുറയണം, എക്സ്പെൻസ് കുറയണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ എൻട്രിയിൽ താഴെ ആര് വരും? ടു റെന്റ്. റെന്റ് മീൻസ് എക്സ്പെൻസ്, എന്തൊരു എക്സ്പെൻസ് ആയിക്കോട്ടെ, എക്സ്പെൻസ് കുറയണം. മേലെ നമ്മൾ ആര് വരണം? പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഓക്കെ, ഇനി
ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ P&L അക്കൗണ്ട്, ഏതിലാണോ ഇതിന്റെ ഇഫക്റ്റ് വരുന്നത്, വേജ് ആണെങ്കിൽ ലെസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ചെയ്യണം. ലെസ് ഫോർ ഇവിടെ അങ്ങനെ തന്നെ 500 ആണെങ്കിൽ ഇവിടെ 500 വരും. എന്നിട്ട് നമ്മൾ അസറ്റ് സൈഡിൽ ഉണ്ടല്ലോ, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ പ്രീപെയ്ഡ് വേജ് എന്ന് പറഞ്ഞിട്ട് ഈ 500 രൂപ കാണിക്കണം. സോ ദിസ് ഇസ് യുവർ ട്രീറ്റ്മെന്റ് ഫോർ പ്രീപെയ്ഡ് എക്സ്പെൻസസ്. സോ 3 എണ്ണത്തിൻ്റെയാണ് ഞാനിന്ന് പറഞ്ഞത്. ഡ്രോയിങ്സ് ഗുഡ്സും അല്ലെ, ഡ്രോയിങ്സും നമ്മളെ ഗുഡ്സിന്റെ സാമ്പിൾ അതൊക്കെ പറഞ്ഞു. സോ ഡ്രോയിങ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഈ 3 എണ്ണം ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കി നെക്സ്റ്റ് വീഡിയോക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം.